ആദ്യ ലോകകപ്പ് കിരീട നേട്ടത്തിന്റെ തനിയാവർത്തനമായിരുന്നു സ്പെയിന് ഇത്തവണയും. യുവനിരയിലൂടെ കാളക്കുറ്റന്മാർ വീണ്ടെടുക്കുകയാണ് പൊസഷൻ ഫുട്ബോളിന്റെ ആ പ്രതാപകാലം. പ്രവചനങ്ങൾക്കും നിമിത്തങ്ങൾക്കും അപ്പുറമാണ് കാൽപന്ത് കളി. എങ്കിലും ലാറോജകളുടെ കിരീട നേട്ടത്തിൽ ചില കൗതുകകരമായ കാര്യങ്ങളുണ്ട്. 2010 വിശ്വകിരീട നേട്ടത്തിലേക്കുള്ള യാത്രയുടെ തനിയാവർത്തനമായിരുന്നു ഇത്തവണയും. എന്നാൽ കളിദൈവങ്ങൾ എഴുതിവച്ച തിരക്കഥ ആടിത്തീർത്തത് യുവരക്തമാണ്. 2010-നിപ്പുറം കിരീടമെന്നത് മോഹം മാത്രമായി നിന്ന കാലം. ടിക്കിടാക്കയുടെ സുവർണനിര പടിയിറങ്ങിയതോടെ ഫുട്ബോൾ ഭൂപടത്തിൽ സ്പെയിൻ മാഞ്ഞു തുടങ്ങിയിടത്തുനിന്നാണ് ഈ ഉയർത്തെഴുന്നേൽപ്പ്. 2024 യൂറോ കപ്പ് പ്രകടനത്തോടെ സ്പെയിൻ ടീം വീണ്ടും വരവറിയിച്ചു. 2 വർഷത്തിനിപ്പുറം നടന്ന ലോകകപ്പിലേക്ക് എത്തിയത് വലിയ മാറ്റങ്ങളില്ലാതെ. മധ്യനിരയിൽ കളിമെനഞ്ഞ് ടീമിനെ നയിച്ചത് സാക്ഷാൽ റോഡ്രി. ഗോൾവലയ്ക്ക് കീഴിൽ ചോരാത്ത കരങ്ങളുമായി നിന്നത് ഉനായ് സിമോൺ. പ്രതിരോധ കോട്ടയിൽ മാർക്ക് കുക്കുറയെ, യുവരക്തം പൗ കുബാർസി, ലപ്പോർട്ടെ, പെട്രോ പോറോ എന്നിവർ. യുവതാരം പെഡ്രിയും ഫാബിയൻ റൂയിസും 2 മത്സരങ്ങളിൽ രക്ഷകനായി എത്തിയ മിക്കേൽ മെറീനോയും അണിനിരന്ന മധ്യനിര. മുന്നേറ്റത്തിൽ ലമീൻ യമാൽ, ഡാനി ഓൾമോ, നിക്കോ വില്യംസ്, ഇവർക്കൊപ്പം ടോപ്പ് സ്കോററായ ഒയർസബാലും, കലാശപ്പോരിൽ ചിരി സമ്മാനിച്ച ഫെറാൻ ടോറസും. എന്തിനും പോന്നൊരു സംഘത്തിന്റെ തുടക്കം സമനിലയോടെയായിരുന്നുവെങ്കിലും പിന്നീടങ്ങോട്ട് കണ്ടത് ചരിത്രമായിരുന്നു. തോൽവിയറിയാതെയുള്ള ഫൈനൽ പ്രവേശനം. വമ്പന്മാരായ പോർച്ചുഗലിനെ പ്രീ ക്വാർട്ടറിൽ തോൽപ്പിച്ചു. ഏക ഗോൾ വഴങ്ങിയത് ക്വാർട്ടറിൽ ബെൽജിയത്തിനോട്. എന്നാൽ മത്സരത്തിലെ ജയം ലാറോജകൾക്കായിരുന്നു. സെമിയിൽ വരിഞ്ഞുമുറുക്കിയത് കിരീടപ്രതീക്ഷയുമായി മുന്നേറിയ ഫ്രഞ്ച് പട്ടാളത്തെ. അങ്ങനെ യുവരക്തവും പരിചയസമ്പത്തും ചേർന്നൊരു സംഘം കാളക്കൂറ്റന്മാരുടെ വീര്യത്തെ വീണ്ടെടുത്താണ് അമേരിക്കൻ മണ്ണിൽ നിന്നുള്ള മടക്കം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.